താങ്ങാവുന്നതിലും വലുത് അല്ലു താങ്ങിക്കൊണ്ട് നടക്കുവാണ്. എന്താണെന്നല്ലേ, അത് നിറയെ ചോക്ലേറ്റ്സ് ആണ്. അത് കൊണ്ടുവന്നതോ എൻ്റെ അനിയത്തിക്ക് മുട്ടായി കച്ചവടമൊന്നുമല്ല, അവൾ എബ്രോഡ് ആയിരുന്നു. അപ്പോൾ അവൾ നിറയെ ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലുവിനും പിന്നെ എല്ലാം നമ്മുടെ അടുത്തുള്ള കുട്ടിപ്പട്ടാളങ്ങൾക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അതൊക്കെ ഇരുന്ന് അടുക്കി ചിട്ടപ്പെടുത്തിയൊക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പങ്കൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ വന്ന സന്തോഷം അറിയിക്കാനും പിന്നെ ഓണം കാണാനും വേണ്ടിയിട്ട് എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അപ്പൂപ്പനെ കാണാൻ, അതായത് അമ്മയുടെ അച്ഛനെ കാണാനും പിന്നെ ഒന്ന് രണ്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് കോൾ വന്നു. മാമിയൊക്കെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണെന്ന്. അങ്ങനെ മാമിയൊക്കെ വന്ന് കണ്ടു. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ നെയ്യാർ റെസിഡൻസിയിൽ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു നെയ്യാറ്റിൻകരയിലൊക്കെ കിടിലം ഫുഡ് കിട്ടുന്നു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, കിടിലം ടേസ്റ്റുള്ള അമ്മാതിരി ടേസ്റ്റുള്ള നല്ല അഫോർഡബിൾ റേറ്റിനുള്ള ഫുഡായിരുന്നു. ചക്കരയുടെ വക ചിലവായിരുന്നു. അതിലുപരി അവൾ വന്നതിൻ്റെ സന്തോഷം എല്ലാവർക്കും കൊണ്ട് 2 വർഷത്തിന് ശേഷം അവൾ വരുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നവർക്കാണെങ്കിൽ നെയ്യാർ റെസിഡൻസിൽ കിടിലം ഫുഡാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇന്ന് അവളുടെ വക ചിലവായതുകൊണ്ട് ഞാൻ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു.